ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ക്ലാസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പോവാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്യണം, അല്ലേ? അതല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് ഡിഫൈൻ ചെയ്യണം. അതാണ് ക്ലാസ് എന്ന് നമ്മൾ പറഞ്ഞു. ക്ലാസ് എന്ന് പറഞ്ഞ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സാണ്. എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് എഴുതുന്ന ആളാണ് തീരുമാനിക്കുന്നത് അതിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൽ എന്തൊക്കെ ആക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പൈത്തണിന് പല ഡാറ്റ ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻറ്റിജർ, ഫ്ലോട്ട്, അതുപോലെ സ്ട്രിങ്, ഇതെല്ലാം ബേസിക് ഡാറ്റ ടൈപ്സാണ്. ഇത് കൂടാതെ ലിസ്റ്റ്, ഡിക്ഷണറി, അതെല്ലാം കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. എന്നാൽ ക്ലാസ് എന്ന് പറയുന്നതോ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. നമ്മളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് ആ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ് കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് എംപ്ലോയി, ഈ ഫസ്റ്റ് ലൈനിലാണ് ക്ലാസ് ഡെഫിനേഷൻ്റെ സ്റ്റാർട്ടിങ്. ഇതിൽ എംപ്ലോയി എന്ന് പറയുന്നതാണ് ക്ലാസിൻ്റെ നെയിം. എംപ്ലോയിയിൽ ഈ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? സാധാരണ ക്ലാസിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ നമ്മൾ പേര് കൊടുക്കുമല്ലോ, അത് ക്യാമൽ കേസിലാണ് കൊടുക്കാറ്. അതായത് ഒരു ക്ലാസ്സിന് ഒന്നിൽ കൂടുതലോ വേർഡ്സുള്ള ഒരു നെയിം ആയിരിക്കാം നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിൽ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കിയെല്ലാം ലോവർ കേസുമായിട്ടാണ് കൊടുക്കാറ്. ഇനി ഈ ക്ലാസ്സിനകത്ത് എന്താ ഉള്ളത്, എന്ത് കണ്ടൻ്റ് ആണുള്ളത്? ഈ ക്ലാസ്സിനകത്ത് ആകെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ ക്ലാസ്സിനകത്ത്, എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ആകെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. മനസ്സിലാക്കാൻ എളുപ്പമാക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തതെന്ന് മാത്രം. DEF എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലേ? ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഫംഗ്ഷനെ കുറിച്ച് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഈ ഫംഗ്ഷൻ്റെ പേരെന്തെന്നാ? ഒരു സ്പെഷ്യൽ പേരാണ്, __init___. ഇനി ഫംഗ്ഷൻ്റെ ഒരു പാരാമീറ്റർ ഉണ്ട് അതിനകത്തേക്ക്. എന്താണ്? സെൽഫ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്. ഒബ്ജക്റ്റ് ഓഫ് എംപ്ലോയി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണിക്കുന്നത്. അത്രയാണ് ഈ ഫംഗ്ഷൻ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തു, ക്ലാസ് എംപ്ലോയി. ക്ലാസ്സിനകത്ത് ആകെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് __init എന്നാണ്. വേറെ പ്രോപ്പർട്ടീസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, വേറെ മെത്തേഡ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഈ മെത്തേഡിനൊരു പ്രത്യേകത ഉണ്ട്, കൺസ്ട്രക്ടർ എന്നാണ് വിളിക്കുക. ഓക്കെ, കൺസ്ട്രക്ടർ എന്താണ്? കൺസ്ട്രക്ടർ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലേ? പക്ഷേ കൺസ്ട്രക്ടേഴ്സ് അത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യും. നമ്മളതിനെ എക്സ്പ്ലിസിറ്റ്ലി വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഫംഗ്ഷനെയാണ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് നമ്മൾ __init എന്ന് കൊടുക്കാനുള്ള കാരണം അതാണ്. അതൊരു കീവേഡാണത്. ഇനി ഇതിനകത്ത് ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് കാണാം, സെൽഫ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ആ ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു, കൺസ്ട്രക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എംപ്ലോയി ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അതിനുള്ള കമാൻഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 5ാമത്തെ ലൈനിൽ എഴുതിയിരിക്കുന്നത്. emp1 = എംപ്ലോയി. ഇതിൻ്റെ അർത്ഥം എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റിന് എന്ത് പേര് കൊടുക്കും? emp1. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്താ അതിൻ്റെ പേര്? അതിൻ്റെ പേരാണ് emp1. ഇനി ഞാൻ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, emp2 = എംപ്ലോയി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്താ അതിൻ്റെ പേര്? emp2. ഇവിടെ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ രണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റുകളാണ് ഇതെല്ലാം. ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം, നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. താഴെ നിങ്ങൾക്ക് കാണാം ഒബ്ജക്റ്റ് ഓഫ് എംപ്ലോയി ക്രിയേറ്റഡ്, ഒബ്ജക്റ്റ് ഓഫ് എംപ്ലോയി ക്രിയേറ്റഡ് 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനറ്റ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ടറാണ്. ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഇത് പ്രിൻറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? 2 പ്രാവശ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഒരെണ്ണേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുള്ളൂ ഒബ്ജക്റ്റ് ഓഫ് എംപ്ലോയി ക്രിയേറ്റഡ്. നമ്മൾ ഈ ഫംഗ്ഷനെ എക്സ്പ്ലിസിറ്റ് വിളിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. അതിനുശേഷം നമ്മൾ ക്ലാസിൻ്റെ നെയിം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതിനകത്ത് ക്ലാസിൻ്റെ താഴെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഇൻറ്റൻറ്റേഷനായിട്ട് നമ്മൾ ക്ലാസ്സിലെ മെമ്പേഴ്സിനെ, പ്രോപ്പർട്ടീസോ അതല്ലെങ്കിൽ മെത്തേഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് നോക്കാം. ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ എംപ്ലോയി ക്ലാസ്സിനകത്ത് ഏതൊക്കെ മെത്തേഡ്സും ഏതൊക്കെ പ്രോപ്പർട്ടീസും ഉണ്ട് നോക്കാം. നെയിം, ഡെസിഗ്നേഷൻ, അഡ്രസ്, അങ്ങനെ 3 പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് എത്ര മെത്തേഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇനിറ്റ്, അത് കൺസ്ട്രക്ടറാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൂടാതെ പ്രിൻറ്റ് ഡീറ്റെയിൽസ്, ക്ലോക്ക് ഇൻ, ക്ലോക്ക് ഔട്ട്, ചേഞ്ച് അഡ്രസ്. അപ്പോൾ എത്രയും 1 2 3 4 5 മെത്തേഡ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ 3 പ്രോപ്പർട്ടീസും ഉള്ള എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ കൺസ്ട്രക്ടറിനകത്ത് ഇനിറ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഉണ്ടല്ലോ, അതിലെ പാരാമീറ്റേഴ്സ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര പാരാമീറ്റർ ഉണ്ട്? 1 2 3 4. സെൽഫ്, നെയിം, ഡെസിഗ്നേഷൻ, അഡ്രസ്സ്, അങ്ങനെ 4 പാരാമീറ്റേഴ്സ് അവിടെ ഉള്ളത്. അതായത് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നെയിമും എംപ്ലോയിയുടെ നെയിമും ഡെസിഗ്നേഷനും അഡ്രസ്സും നമുക്ക് പാസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ 3 പാരാമീറ്റേഴ്സ് ഇവിടെ കൊടുത്തത്, നെയിമും ഡെസിഗ്നേഷനും അഡ്രസ്സും കൊടുത്തത്. പക്ഷേ ഏത് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. പ്രിൻറ്റ് ഡീറ്റെയിൽസിനകത്ത് ഞാൻ സെൽഫ് എന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ ക്ലോക്ക് ഇന്നിനകത്ത് കൊടുത്തിരിക്കുന്നു, ക്ലോക്ക് ഔട്ടിൽ കൊടുത്തിരിക്കുന്നു, ചേഞ്ച് അഡ്രസ്സിൽ കൊടുത്തിരിക്കുന്നു. എല്ലാ മെത്തേഡ്സിനകത്തും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കുന്ന ഒരു പാരാമീറ്ററാണ് സെൽഫ് എന്ന് പറയുന്നത്. ഈ സെൽഫ് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്നറിയില്ലേ? ഒരു ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഞാനിവിടെ EMP1 EMP2 EMP3 എന്ന് പറഞ്ഞിട്ട് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇഗ്നോർ ചെയ്തോ, അതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ 3 ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എംപ്ലോയി 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇനി എംപ്ലോയി 2 എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, എംപ്ലോയി 2. പിന്നെ അതുപോലെ വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്തു, എംപ്ലോയി 3 എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതും എല്ലാം ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്ട്സ് ആണല്ലോ ഇതെല്ലാം. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് വേറെ വേറെ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതിനകത്ത് എംപ്ലോയി 1ൻ്റെ ഡീറ്റെയിൽസ്, നെയിം സ്റ്റോർ ചെയ്യാം, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം, ഡെസ്റ്റിനേഷൻ സ്റ്റോർ ചെയ്യാം. ഇതിനകത്ത് എംപ്ലോയി 2ൻ്റെ നെയിം, ഡെസ്റ്റിനേഷൻ, അഡ്രസ്സ്. ഈ ഓരോ ഒബ്ജക്റ്റിനകത്തും ആ ഒബ്ജക്റ്റിനെ തന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൽഫ് എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന 3 പാരാമീറ്റേഴ്സാണ് നെയിമും ഡെസിഗ്നേഷനും അഡ്രസ്സും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിയുടെ നെയിമും ഡെസിഗ്നേഷനും അഡ്രസ്സും പാസ് ചെയ്യണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ EMP1 = എംപ്ലോയി ഓഫ് ജോൺ, പ്രസിഡൻറ്റ്, കൊച്ചി. ഈ ജോൺ എന്ന് പറയുന്നത് എന്താണ്? നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പോകും. അടുത്ത ആർഗ്യുമെൻറ്റ് പ്രസിഡൻറ്റ്, ഡെസിഗ്നേഷനിലേക്ക് പോകും. കൊച്ചി എവിടേക്ക് പോകും? അഡ്രസ്സിലേക്കും പോകും. 3 ആർഗ്യുമെൻ്റാണ് ഞാൻ ഇവിടെ പാസ് ചെയ്യുന്നത് എംപ്ലോയിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് എന്ത് പാസ് ചെയ്തു? ടോം, സെയിൽസ് മാനേജർ, പാലക്കാട്. മൂന്നാമത്തെ രാജീവ്, സേഫ്റ്റി ഓഫീസർ, കോട്ടയം. അപ്പോൾ ഈ 3 വാല്യൂസിനെ ഈ 3 വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫിലേക്കൊന്നും പാസ് ചെയ്യാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. അതൊരു ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയുള്ളത്. നമ്മളൊന്നും പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക്. ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫ് കൊടുക്കണം, പക്ഷേ അതിനകത്തേക്ക് ഒന്നും പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പൈത്തൺ ഇൻറ്റേർണലി അതിലേക്ക് ആ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസിനെ അയാൾ തന്നെ അസൈൻ ചെയ്തോളും. നമ്മളതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ പോവാം. പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ 3 ലൈനിൽ നിങ്ങൾ കാണുന്നത്. സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് ഡോട്ട് ഡെസിഗ്നേഷൻ, സെൽഫ് ഡോട്ട് അഡ്രസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. കൺസ്ട്രക്ടറിനകത്ത് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി അതിലേക്ക് എവിടുന്ന വാല്യൂ കിട്ടുന്നത്? നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയി ഓഫ് ജോൺ, പ്രസിഡൻറ്റ്, കൊച്ചി. അപ്പോൾ ജോൺ എന്നുള്ളത് നെയിം, ഇത് ഡെസിഗ്നേഷൻ, ഇത് അഡ്രസ്സ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകും. നെയിം, ഇതിലേക്ക് നെയിം വന്നു, അത് നെയിം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്തു. ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന പാരാമീറ്ററിലെ വാല്യൂ ഡെസിഗ്നേഷൻ പ്രോപ്പർട്ടിയിലേക്കും അഡ്രസ്സ് സെൽഫ് ഡോട്ട് അഡ്രസ്സിലേക്കും അസൈൻ ചെയ്തു. ഇവിടെ ഈ നെയിം എന്ന് തന്നെ ഇവിടെ യൂസ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. നമുക്കിവിടെ വേണമെങ്കിൽ N, ഇവിടെ D, ഇവിടെ A എന്ന് കൊടുക്കാം. അതുപോലെ അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ N എന്ന് കൊടുക്കാം, ഇവിടെ D, അതുപോലെ ഇവിടെ A എന്ന് കൊടുക്കാം. അതായത് ഇവിടെ പ്രോപ്പർട്ടീസിൻ്റെ പേരും ഇവിടുത്തെ പാരാമീറ്റേഴ്സിൻ്റെ പേരും ഒന്നാവണമെന്നില്ല. ഈ പ്രോപ്പർട്ടീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ പറയുക, പ്രോപ്പർട്ടീസാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം വെറും ലോക്കൽ വേരിയബിൾസാണ്. നമ്മൾ വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസ് മാത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞത്, പ്രോപ്പർട്ടി നമ്മളൊരു ഒബ്ജക്റ്റിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി വേറൊരു കാര്യം, നമ്മൾ വേരിയബിളിൻ്റെ നെയിമിംഗ് കൺവെൻഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ആട്രിബ്യൂട്ട്സിൻ്റെ, അതായത് പ്രോപ്പർട്ടീസിൻ്റെ നെയിം കൊടുക്കുമ്പോഴും അതുപോലെ മെത്തേഡ്സിൻ്റെ നെയിം കൊടുക്കുമ്പോഴെല്ലാം നമ്മൾ ലോവർ കേസിലാണ് കൊടുക്കാറ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേർഡ് ഉണ്ടെങ്കിൽ അത് അണ്ടർസ്കോർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റാൻഡേർഡാണ് സാധാരണ പൈത്തണിൽ യൂസ് ചെയ്യാറ്. പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രിൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യാം. ഡിഫൈൻ പ്രിൻറ്റ് ഡീറ്റെയിൽസ്, പ്രിൻറ്റ് അണ്ടർസ്കോർ ഡീറ്റെയിൽസ്. അതിനകത്തേക്ക് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ഈ മെത്തേഡിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിലുള്ള വാല്യൂസ് എല്ലാം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പ്രിൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പക്ഷേ സെൽഫ് എന്ന് അവിടെ കൊടുക്കണം. കണ്ടോ, സെൽഫ് എപ്പോഴും നമ്മളവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് അതിലാകെ 3 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റേ കൊടുത്തുള്ളൂ. പ്രിൻറ്റ് നെയിം, സെൽഫ് ഡോട്ട് നെയിം. ഈ ഒബ്ജക്റ്റിലെ
നെയിം പ്രിൻറ്റ് ചെയ്യുക, അതുപോലെ സെൽഫ് ഡോട്ട് ഡെസിഗ്നേഷൻ, സെൽഫ് ഡോട്ട് അഡ്രസ്. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ മെത്തേഡിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ നെയിമും ഡെസിഗ്നേഷനും അഡ്രസ്സും പ്രിൻറ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, EMP1, EMP2, EMP3. നമുക്ക് അതിൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ച് നോക്കാം, എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് EMP1 ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഈ മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നെയിം ജോൺ, ഡെസിഗ്നേഷൻ പ്രസിഡൻറ്റ്, അഡ്രസ്സ് കൊച്ചി. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്തു. നമുക്കിനി EMP2 ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. എന്ത് സംഭവിക്കുക? അപ്പോൾ രണ്ടാമത്തെ എംപ്ലോയി ആയ ടോമിൻ്റെ ഡീറ്റെയിൽസാണ് പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ഒരു മെത്തേഡിന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിമാണ് കൊടുക്കേണ്ടത്. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തത് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. ഇതിനകത്ത് ക്ലോക്കിൻ ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. അത് കോൾ ചെയ്യുമ്പോൾ അത് അറിയാൻ വേണ്ടി അങ്ങനെ കൊടുത്തെന്ന് മാത്രം. അതുപോലെ ക്ലോക്ക് ഔട്ട്, അതിനകത്തും ക്ലോക്ക് ഔട്ട് ഫംഗ്ഷൻ കോൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ EMP1 ഡോട്ട് ക്ലോക്കിൻ, EMP1 ഡോട്ട് ക്ലോക്ക് ഔട്ട് എന്ന് കൊടുത്തപ്പോൾ ഉണ്ടോ ക്ലോക്കിൻ മെത്തേഡ് കോൾ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ എന്നായിരുന്നത് ഞാൻ മെത്തേഡിനാക്കി മാറ്റിയിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും കൊടുക്കാം, എന്നാലും മെത്തേഡ് എന്നാണല്ലോ ഇതിനെ ടെക്നിക്കലി പറയേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഏതൊക്കെ ഫംഗ്ഷനെ നമ്മൾ ഓൾറെഡി ഏതൊക്കെ മെത്തേഡിനെ വിളിച്ചു നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ കൺസ്ട്രക്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് പ്രിൻറ്റ് ഡീറ്റെയിൽസിനെ നമ്മൾ കോൾ ചെയ്തു, ക്ലോക്കിൻ ക്ലോക്ക് ഔട്ടിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ചേഞ്ച് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഒരു എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റിലെ നമ്മൾ ആദ്യം പാസ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്യാം. അതാണ് ഈ മെത്തേഡ് കൊടുത്തതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പുതിയ അഡ്രസ്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ചേഞ്ച് അഡ്രസ്സ്, സെൽഫ് ന്യൂ അഡ്രസ്സ്. ആദ്യം നമ്മൾ ന്യൂ അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സെൽഫ് ഡോട്ട് അഡ്രസ് ഈക്വൽ ടു ന്യൂ അഡ്രസ് എന്ന് കൊടുക്കുക. സെൽഫ് ഡോട്ട് അഡ്രസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടീനെ റെഫർ ചെയ്യാൻ വേണ്ടി, ആ ഒബ്ജക്റ്റിലെ പ്രോപ്പർട്ടീനെ റെഫർ ചെയ്യാൻ വേണ്ടി സെൽഫ് ഡോട്ട് അഡ്രസ് ഈക്വൽ ടു ന്യൂ അഡ്രസ്. അതാണ് ഇവിടെ നമ്മൾ ഇതിലേക്ക് ന്യൂ അഡ്രസ്സിലേക്കുള്ള വാല്യൂ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് വിളിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഒന്ന് വിളിച്ച് നോക്കാം നമുക്ക്. ബാക്കി EMP1 ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. കോഡ് റൺ ചെയ്യാൻ പോകാം. റൺ ചെയ്തു. അപ്പോൾ പ്രിൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ജോൺ പ്രസിഡൻ്റാണ്, കൊച്ചി. അതിൽ അസൈൻ ചെയ്യുമ്പോൾ കൺസ്ട്രക്ടറിലേക്ക് പാസ് ചെയ്ത വാല്യൂസ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ജോണിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ജോണിൻ്റെ അഡ്രസ്സ് പാലക്കാടാണ്. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചേഞ്ച് അഡ്രസ്സ് മെത്തേഡിനെ വിളിക്കും. വിളിക്കുന്ന സമയത്ത് അതിലേക്ക് പാലക്കാട് നിന്ന് പാസ് ചെയ്യും. ഓക്കെ, ഈ പാലക്കാട് എന്നുള്ളത് എവിടെ എത്തും? ന്യൂ അഡ്രസ്സിൽ അല്ലേ. ഈ ന്യൂ അഡ്രസ്സിൽ കിട്ടിയ ന്യൂ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പാരാമീറ്ററിൽ കിട്ടിയ പാലക്കാട് എന്ന് പറഞ്ഞ വാല്യൂവിനെ നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് അപ്പോൾ നമ്മുടെ പുതിയ അഡ്രസ്സായിട്ട് അല്ലെങ്കിൽ ജോണിൻ്റെ പുതിയ അഡ്രസ്സായിട്ട് പാലക്കാട് നിന്നാക്കി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാനത് പ്രിൻറ്റ് ചെയ്യാൻ പോകും. അതിന് മുമ്പ് വെറുതെ ഒരു ഡാഷ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴയത് പ്രിൻറ്റ് ചെയ്തതും പുതിയത് പ്രിൻറ്റ് ചെയ്തതും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ EMP1 ഡോട്ട് പ്രിൻറ്റ് ഡീറ്റെയിൽസിനെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. നമുക്ക് കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. കോഡ് വിളിച്ചു, കോഡ് റൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഇതാണ് ആദ്യത്തെ അഡ്രസ്സ്, കണ്ടോ, കൊച്ചി. പിന്നെ ഫംഗ്ഷൻ വിളിച്ചതിന് ശേഷം അഡ്രസ്സ് ചേഞ്ച് ഫംഗ്ഷൻ വിളിച്ചതിന് ശേഷം പ്രിൻറ്റ് ചെയ്തപ്പോൾ എന്തായി? നമ്മുടെ ജോണിൻ്റെ അഡ്രസ്സ് പാലക്കാട് നിന്നായി മാറി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാം. മെത്തേഡ്സിനെ ആക്സസ് ചെയ്തതുപോലെ പ്രോപ്പർട്ടീസിനെയും പബ്ലിക് പ്രോപ്പർട്ടീസിനെയും നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് പ്രിൻറ്റ് EMP1 എന്നുള്ളതാണല്ലോ നമ്മുടെ ഇതിൻ്റെ പേര്. EMP1 ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം അവിടെ കാണിക്കും. കണ്ടോ, അഡ്രസ്സ്, നെയിം, ഡി എന്ന് കൊടുത്ത ഡെസിഗ്നേഷനും കാണാം. നെയിം എന്ന് കൊടുത്തു. എന്നിട്ട് റൺ ചെയ്ത് നോക്കിയേ. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജോൺ എന്ന് പ്രിൻറ്റ് ചെയ്തു. അതായത് EMP1 നെയിം എന്തായിരുന്നു? ജോൺ എന്നല്ലേ. വേറെ എന്നോട് നോക്കാം. പ്രിൻറ്റ് EMP1 ഡോട്ട് ഡെസിഗ്നേഷൻ. ജോണിൻ്റെ ഡെസിഗ്നേഷൻ എന്താ? ഇത് പ്രസിഡൻറ്റ്. അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ പബ്ലിക്കായിട്ടുള്ള പ്രോപ്പർട്ടീനെ നമുക്ക് ഒബ്ജക്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, മെത്തേഡ്സിനെ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കണ്ട്? നമ്മളിവിടെ ക്ലാസ് ഡിഫൈൻ ചെയ്തു. ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടർ കണ്ടു. നമ്മൾ ഇനീഷ്യലൈസേഷനൊക്കെ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. അതുകൂടാതെ നമ്മൾ മെത്തേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. DF യൂസ് ചെയ്ത് സാധാരണ ഫംഗ്ഷൻസ് ആയിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല. നമ്മളിവിടെ കുറേ ഫംഗ്ഷൻസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്രോപ്പർട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നെയിം, ഡെസിഗ്നേഷൻ, അഡ്രസ്സ് അങ്ങനെ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏത് ഫംഗ്ഷനകത്തും ഫസ്റ്റ് പാരാമീറ്റർ എപ്പോഴും സെൽഫ് എന്നായിരിക്കും. അത് ആ ഒബ്ജക്റ്റിനെ തന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ EMP1 ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് റെഫർ ചെയ്യുക. അതിനകത്തെ സെൽഫ് എന്ന് പറയുന്നത് EMP1 റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു.
പിന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് നമുക്ക് അതുപോലെ പ്രോപ്പർട്ടീനെ നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാം. പബ്ലിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും മെത്തേഡ് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ കോഡിനകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ എൻകാപ്സുലേഷൻ, അതുപോലെ ആക്സസ് ലെവൽസ്, ഇപ്പോൾ നമ്മളെല്ലാം പബ്ലിക് മെത്തേഡ്സും പബ്ലിക് പ്രോപ്പർട്ടീസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസും മെത്തേഡ്സും നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇതിനെങ്ങനെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പോൾ അതിൻ്റെ ആക്സസ് ലെവൽസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസിനെ ഒരു ഒബ്ജക്റ്റിനകത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെത്തേഡിനൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.